ആദ്യം തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഡെയ്സി ജോഷി. ഇതെൻ്റെ മകൾ ഒലിവിയ. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഒരു അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ സഹപ്രവർത്തകയിൽ നിന്നാണ്. ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എനിക്കും അതിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും 2022 മെയ് 9 ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ ഒരു ടോക്കിൽ ഉടമ്പടിയിലെ നിബന്ധനകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ നിബന്ധനകൾ നമ്മൾ എന്നേ പാലിക്കേണ്ടതായിരുന്നു. എങ്കിലും അവിടെ പറഞ്ഞതുപോലെ 6 നിയോഗങ്ങളും ഞാൻ അതിലെഴുതി. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ മകളുടെ ജോലിയും വിവാഹവും. പല വിവാഹാലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാത്തൊരവസ്ഥ. എല്ലാം ദൈവം തന്നിട്ടും എന്തോ ഒരു തടസ്സം പോലെ. ഞാൻ ആ സമയങ്ങളിലെല്ലാം മനമുരുകി ഈശോയോടും കൃപാസന മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിബന്ധനകളെല്ലാം പാലിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനെ തരണമേ എന്നായിരുന്നു. പ്രാർത്ഥനകൾക്കൊടുവിൽ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഞാൻ എന്നും കൂടാറുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. ധ്യാനം കൂടിയതിന് ശേഷം പതിവ് പോലെ മൊബൈൽ എടുത്തു. അതിലൊരു പ്രൊഫൈൽ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഇത് നടക്കും എന്നൊരു തോന്നലുണ്ടായി. വീട്ടിൽ പറഞ്ഞു, ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞോണം ആ വിവാഹം അത് തന്നെ മംഗളകരമായി നടന്നു. ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി നല്ലൊരു സ്വഭാവമുള്ള കുടുംബത്തിലെ നല്ലൊരു മകനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള കാര്യം മകൾ പറയും. ആദ്യമേ തന്നെ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഒലീവിയ. ഞാൻ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2023 മെയ്യിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ അർപ്പിച്ച എൻ്റെ നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമും അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് എക്സാമും. എൻ്റെ B1 ലെവൽ വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും B2 എക്സാം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു. 1ഉം 2ഉം തവണ ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ആ സമയങ്ങളിലെല്ലാം എനിക്ക് എന്നോടുള്ള വിശ്വാസം തന്നെ പോയി. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഒക്കുമോ എന്നുള്ള സംശയങ്ങളായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിനോടുള്ള വിശ്വാസം ഞാൻ പൂർണ്ണമായും മുറുകെ പിടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്ത എക്സാമിന് ഞാൻ പൂർണ്ണമായും പ്രാർത്ഥിച്ച് എൻ്റെ കാശുരൂപ എൻ്റെ ഇടത്തെ കൈ വെച്ച് തൈലം ഒരു ഡ്രോപ്പ് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ എക്സാം എഴുതിയത് മുഴുവനും. അതിൻ്റെ ഫലമെന്നോണം എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും ഞെട്ടി. എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ B2 എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഏകദേശം 1 വർഷത്തോളം ഞാൻ കാത്തിരുന്നു എനിക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ മെയിൽ കിട്ടാനായിട്ട്. ഒത്തിരി തവണ ഞാൻ മെയിൽ അയച്ച് ചോദിച്ചെങ്കിലും എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയില്ല. ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മുമ്പെങ്കിലും ഒന്നും കൂടെ വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് ആ ഉടമ്പടി പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഈ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയും ചാരിറ്റി ആണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ മാതാവിലേക്കും ഈശോയിലേക്കും കുറച്ചും കൂടെ അടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു, എനിക്കിനി ഡേറ്റ് എടുക്കാം എക്സാമിന് വേണ്ടി. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് ഏറ്റവും അടുത്തൊരു ഡേറ്റ് ആയിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എനിക്ക് ആ എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും, മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായ വിശ്വാസം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് മാതാവിൽ നിന്നുള്ള പ്രത്യേക മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ എനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിവിടെ എല്ലാ മാസത്തിലും വരികയും
കൃപാസനം പത്രം വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. അത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ ഞാനൊരു മതബോധന അധ്യാപികയാണ്. അതുകൊണ്ട് ഈശോയെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ചൊല്ലുന്നതിലല്ല ചെയ്യുന്നതാണ് പ്രധാനം. ഉടമ്പടിയിൽ അതാണല്ലോ. അത് പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, അവിടുത്തെ രോഗികളെ സന്ദർശിക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത്, നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന അവരാരൊക്കെ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഉടമ്പടി വഴിയാണ് എനിക്കതൊക്കെ ലഭിച്ചത്. അതുമാത്രമല്ല, ഉടമ്പടിയിൽ നമുക്ക് എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ ആരോപണങ്ങളുണ്ടായാലും അതിനെല്ലാം ഒരു ധൈര്യം കിട്ടുന്നത് മാതാവും ഈശോയും നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ കാശുരൂപം മുറുകെ പിടിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു ശക്തിയും പ്രചോദനവും ഒരു ധൈര്യവും ഒക്കെ ലഭിക്കും. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇവിടെ ഉടമ്പടിയിൽ വെച്ചതും അല്ലാത്തതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാനും എൻ്റെ കുടുംബവും ഈശോയോടും മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. അതുമാത്രമല്ല, തുടർന്നും ഇതുപോലെയുള്ള ഒരു സാക്ഷ്യം, വലിയൊരു സാക്ഷ്യം ഈ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആൾത്താരയിൽ നിന്ന് പറയുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈശോയ്ക്കും നന്ദി, കൃപാസനം മാതാവിനും 1000 നന്ദി. യോഹന്നാൻ 14:21 എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഡെയ്സി ജോഷി എന്ന ഈ സഹോദരിയും മകളും വലിയ സന്തോഷത്തോടുകൂടി കുടുംബത്തിന് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടുപേരും അവരുടെ ഉടമ്പടി ജീവിതം എത്ര ശ്രദ്ധയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും നിർവഹിച്ചുവെന്ന വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി കേവലം ഒരു പ്രാർത്ഥനയോ ഏതെങ്കിലും നേരമുള്ള പ്രത്യേകമായ ഒബ്സർവേഷനോ അല്ലെന്നും, ഉടമ്പടി എടുത്ത നാൾ മുതൽ ക്രിസ്തീയ ജീവിതം തന്നെ കുറേ കൂടി പക്വതയോടെ ആത്മീയ ബോധ്യങ്ങളോടുകൂടി സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ദൈവസാന്നിധ്യത്തെ പകർന്നുകൊണ്ട് ജീവിക്കുവാൻ രണ്ടുപേർക്കും സാധിക്കുന്നതിനെ രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് മകളുടെ വിവാഹത്തെക്കുറിച്ചും മകളുടെ B2 പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമാണ് സാക്ഷ്യങ്ങൾ പങ്കുവെച്ചത്. അമ്മ പറയുന്നുണ്ട്, ഒരു ദൈവവിശ്വാസമുള്ള ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനെയാണ് മകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഭൗതികമായ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, തൊഴിൽപരമായ സാഹചര്യങ്ങൾ, മകളുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമായിരുന്നെങ്കിലും അനുയോജ്യമായൊരു വിവാഹാലോചന വരുന്നില്ലായിരുന്നു. അത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രൊഫൈൽ കാണുന്നതും അതിലൂടെ അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതും കുടുംബത്തിന് ആഗ്രഹിച്ചതുപോലെ ഏറെ പ്രാർത്ഥനയും വിശ്വാസവുമുള്ള പക്വതയുള്ള ഒരു മകനെ കിട്ടിയതെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മകളുടെ B2 പരീക്ഷ ജയിച്ചതും അവിടെ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷ ജയിച്ചതും എങ്ങനെയെന്ന് മകൾ സൂചിപ്പിച്ചു. ഓരോ അവസരത്തിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗം മകൾക്ക് എത്രത്തോളം ബലമായി തീർന്നുവെന്നും ക്ലേശമെന്ന് കരുതിയ ഓരോ പരീക്ഷകളും സുഗമമായി പരീക്ഷ വിജയിക്കുവാനും ജീവിതം കുറേ കൂടുതൽ ദൈവത്തിന് ഉടമപ്പെടുത്തി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതിനെ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മൾ ജീവിക്കേണ്ട ജീവിതമാണ്. വ്യത്യസ്തമായ ഒരു ജീവിതമല്ല, പുതിയ ഒരു കാര്യവുമല്ല. മറിച്ച് എങ്ങനെയാണോ ഒരു വ്യക്തി ദൈവം നമുക്ക് ജന്മം നൽകിയതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആ രീതി നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഉടമ്പടി എന്നത്. അത് കുറേ കൂടി അനുരഞ്ജനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്.
കുറേ കൂടി ദൈവസ്നേഹ പ്രവൃത്തികളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്, കുറേ കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മാതൃകയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് ആര് കടന്നു വരുമ്പോഴും ആ വ്യക്തി ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാവുന്നത്. വ്യക്തി ജീവിതത്തിന് മാറ്റമുണ്ടാവാതെ ഒരു ജീവിത വിഷയത്തിന്മേലും പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ഉടമ്പടിയിൽ ഒരു നിയോഗം വയ്ക്കുമ്പോൾ ആദ്യം നമ്മളെ തന്നെയാണ് പരിശോധിക്കുന്നത്. എത്രത്തോളം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ മാറ്റമുണ്ടാകുന്നുണ്ട്, എത്രത്തോളം അനുരഞ്ജനമുള്ള, ദൈവസ്നേഹമുള്ള, ദൈവത്തെ ജീവിതത്തിന് ഇടം കൊടുക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുന്നുണ്ട്. ആ മാറ്റം നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗം അനുഗ്രഹമാകുന്നതിന്, ദൈവം തൻ്റെ പദ്ധതികൾ നമുക്ക് വേഗം വെളിപ്പെടുത്തി തരുന്നതിന് കാരണമാകും. ആ വെളിപ്പെടുത്തലുകളൊക്കെയും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും വിജയത്തിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കുന്നതായിരിക്കും. ഈ കുടുംബം വിവാഹത്തെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും ഓരോ ഇടപെടലും തമ്പുരാൻ്റെതാണ്. ഓരോ തവണയും അമ്മ മാതാവ് നയിക്കുന്നു. അമ്മയോട് ചേർന്ന് ദൈവപിതാവിൻ്റെ കരം പിടിക്കുമ്പോൾ ഭാരങ്ങൾ മാറി, തടസ്സങ്ങൾ നീങ്ങി, അന്ന് വരെ കാണാത്ത പുതിയ പ്രകാശം ലഭിച്ച് ജീവിതം സുരക്ഷിതമാക്കുവാൻ അമ്മ സഹായിക്കുന്നുവെന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.